ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഇതൊരു കുഞ്ഞു വ്ളോഗാണ്. ഞാനും മോളും അമ്മയും കൂടിയിട്ട് ഒന്ന് കടൽ കാണാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. കുറേ ദിവസമായി നമ്മൾ കടൽ കാണാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്നത്. പക്ഷേ ഓരോ കാരണങ്ങൾ കൊണ്ട് ഓരോ ദിവസം അതങ്ങ് ഫ്ലോപ്പ് ആവും. ഒരു ദിവസം മഴ പെയ്തിട്ട് അങ്ങ് പോയി, പിന്നെ ഒരു ദിവസം നമുക്ക് പെട്ടെന്നൊരു തിരക്ക് വന്നു പോകാൻ പറ്റൂല എന്ന് പറഞ്ഞു. പിന്നത്തെ 2 ദിവസം എൻ്റെ എപ്പോഴത്തെയും കൂട്ടുകാരനായ മൈഗ്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ 2 ദിവസം ഞാനും മൈഗ്രെയിനും തമ്മിലുള്ളൊരു മൽപ്പിടുത്തായിരിക്കും. എനിക്ക് എവിടെയും പുറത്തു പോകാൻ പറ്റൂല, ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റൂല. അങ്ങനെ ആ ഒരു മൈഗ്രെയിനെയൊക്കെ ഞാൻ ഓടിച്ചു വിട്ടതിന് ശേഷം നമ്മളിതാ ഒന്ന് ബീച്ചിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇറങ്ങുമ്പോഴും എനിക്ക് പേടിയുണ്ടായിരുന്നു, കടൽക്കാറ്റ് വന്നിട്ട് പോയാൽ പിന്നെയും തിരിച്ചു വരുമോ എന്നുള്ളത്. അപ്പോൾ ഇതാ നമ്മളൊരു 6:45 ആയിട്ടുണ്ടായിരുന്നു ബീച്ചിലെത്തുമ്പോഴേക്കും. അപ്പോഴേക്കും അത്യാവശ്യം ആൾക്കാരുണ്ടായിട്ടുണ്ട്. ഇവിടെ ഒരു 4 മണിയൊക്കെ കഴിഞ്ഞ്, എല്ലാ ടൈമും ആൾക്കാരുണ്ടാവും, പക്ഷെ 4 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല തിരക്ക് കൂടും കേട്ടോ. ഇവിടെ സൈഡിലൊക്കെ നല്ല ഷോപ്പുകളൊക്കെ ഉണ്ട്, കുഞ്ഞു കുഞ്ഞു ഷോപ്പുകൾ, ഐസ്ക്രീമിൻ്റെ, അതുപോലെ പോപ്കോണ്, കുഞ്ഞു തട്ടുകട പോലെ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ആൾക്കാർക്ക് ബീച്ച് കണ്ടുകൊണ്ട് എൻ്റർടൈൻ ചെയ്ത് ഫുഡൊക്കെ കഴിക്കാമല്ലോ. നമ്മൾ വന്നിട്ടുള്ളത് പയ്യാമ്പലം ബീച്ചിലാണ്. അപ്പം മോള് കടൽ കാണാൻ വരുന്നത് ആദ്യമായിട്ടല്ലെങ്കിലും കടൽ കാണുന്നത് ഇത് ഫസ്റ്റ് ടൈമാണ്. കാരണം കുറേ തവണ, അത് 2-3 തവണയെങ്ങാനും നമ്മൾ മോളെയും കൂട്ടിയിട്ട് ഏട്ടൻ നാട്ടിലുള്ള സമയത്ത് ബീച്ചിൽ വന്നിട്ടുണ്ട്. പക്ഷേ ആ സമയത്തൊക്കെ മോൾ ഉറങ്ങിയിട്ടുണ്ടായതുകൊണ്ട് ബീച്ച് കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ഇന്ന് എന്ത് ചെയ്ത് ബീച്ച് കാണിച്ചു കൊടുക്കുന്നതാണ്. ബീച്ചും ലൈറ്റൊക്കെ കണ്ടിട്ട് ആൾ വണ്ടറടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ കടൽ കാണുന്ന സമയത്ത് ഇതാ ഞാൻ മുഖം കാണിച്ചു കൊടുക്കുകയായിരുന്നു. മോളെ അച്ഛൻ ഇതാ ഈ കടലിലൂട്ടിയാണേ കപ്പലിൽ പോകുന്നത് എന്നുള്ളതാണ്. പിന്നെ നമ്മളിതാ കുറച്ച് സമയം ഞാനും മോളും അമ്മയും കൂടിയിട്ട് ഇങ്ങനെ ബീച്ചിലൂടെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പം റോഡ് സൈഡ് 2 സൈഡും വണ്ടിയൊക്കെ നിർത്തി വെച്ചിട്ട് ഭയങ്കര റഷായിരുന്നു റോഡിൽ മൊത്തം. നമ്മളെ കൂട്ടിയിട്ട് വന്നത് ആഷിഫാണ് വന്നത്. പക്ഷേ അവിടെ എത്തിയതിന് ശേഷം അത് അവൻ്റെ പൊടി പോലും കാണുന്നില്ല. നമ്മളെന്തായാലും എപ്പോഴെങ്കിലും ഭൂമി ഉരുണ്ടതല്ലേ, എവിടെയെങ്കിലും വെച്ച് കാണാന്നുള്ള രീതിയിൽ നമ്മളും നടന്നു. ഇനിയിപ്പം വണ്ടി എടുക്കാനാകുമ്പോഴാണ് നമുക്ക് അവൻ്റെ ആവശ്യം വരിക. അങ്ങനെ നമ്മൾ ബീച്ചിൻ്റെ കുറച്ച് ദൂരം കൂടി നടന്നേ. അപ്പോഴാണ് ആ കാഴ്ച കണ്ടത്. നേരത്തെ കാണുമ്പോണ്ടായ ആഷിഫ് ഉണ്ട് കടൽക്കാറ്റും കൊണ്ട് ഫോണിൽ സുള്ളിയിരിക്കുന്നത്. നമ്മൾ പിന്നെ അവനെ മൈൻഡാക്കാനൊന്നും നിന്നിട്ടില്ല. നമ്മൾ നേരെ കുറച്ചും കൂടി നടന്ന് കുറച്ച് ദൂരം നടന്നപ്പോൾ നമുക്കൊരു ഐസ്ക്രീം കഴിക്കാൻ തോന്നി. അപ്പോൾ കുക്കീസിൻ്റെ ഒരു ഐസ്ക്രീം വാങ്ങിച്ചു, കോൺ ഐസ്ക്രീം. ആഷിഫിന് കൊടുക്കണമെന്നെല്ലാം ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ നടന്ന് ഇങ്ങോട്ട് വന്നിന്. പിന്നെ അവൻ ആദ്യം പാവം സൊള്ളുന്നല്ലേ, ഫോണിൽ സൊള്ളിക്കോട്ടെ എന്ന് കരുതി പിന്നെ വാങ്ങിച്ചു കൊടുക്കാൻ നേരത്തെ നമ്മൾ രണ്ടാളും ഇതാ ഒരു കുക്കീസിൻ്റെ കോൺ ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് നടന്നേ വീട്ടിൽ പോകണ്ടേ നമുക്ക്. തിരിച്ച് നടന്നപ്പോൾ ഇതിങ്ങനത്തെ കൂടാരങ്ങളുണ്ട് ബീച്ചിൽ കുറച്ച് സ്ഥലത്തായിട്ട്. പക്ഷെ ഇപ്പം അതിൻ്റെ ബെഞ്ചും കാര്യങ്ങളൊക്കെ പൊട്ടിയിട്ടുണ്ട്. പണ്ട് 2 സൈഡിലും ബെഞ്ച് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു സൈഡ് മാത്രമേ ബെഞ്ചുള്ളൂ. അപ്പം നമ്മൾ നടന്ന് തളർന്നതുകൊണ്ട് കുറച്ച് സമയം ആടിയിരുന്ന്. ബീച്ചിന് തൊട്ടടുത്ത് തന്നെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമല്ലേ. അവിടെ നിന്ന് നല്ല ചൂടോടെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് കടലിൽ നോക്കിയിട്ട് ആ കാറ്റൊക്കെ കൊണ്ടിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ പ്രത്യേകിച്ചൊന്നും വാങ്ങിച്ചിട്ടില്ല. ഐസ്ക്രീം കൊണ്ടുതന്നെ നമ്മൾ ഒതുക്കി. പിന്നെ നേരെ വീട്ടിലേക്ക് പോകാൻ കരുതി. കാരണം മോള് കൂടി ഉള്ളതുകൊണ്ട് അധിക സമയം കാറ്റ് കൊണ്ടിട്ട് മഞ്ഞിൽ പുറത്ത് നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ റോഡിൽ ഇതാ തിരക്കൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കൂടുതൽ ആൾക്കാർ ബീച്ചിലേക്ക് വരാനും തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയെന്ന്. അപ്പോഴാണ് നമ്മൾ തട്ടുകടയിൽ നിന്ന് എന്തെങ്കിലും ഒരു സ്നാക്ക് വാങ്ങി കഴിക്കാമെന്ന് കരുതിയത്. അപ്പോൾ ഞാൻ പോയത് ഋഷീസ് ടേസ്റ്റ് എന്ന് പറഞ്ഞ തട്ടുകടയിലേക്കാണ്. അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ അവർ പുതിയതായിട്ടുള്ളൊരു ഷോപ്പ് ഇനോഗ്രേറ്റ് ചെയ്തിട്ട്. അങ്ങനെ അവിടത്തേക്ക് പോയത്. ഇത് അവരുടെ മോളാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്ന് വർത്താനൊക്കെ പറഞ്ഞ് വാവേൻ്റെ ഒപ്പം കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ല തിരക്കുണ്ട് ആ ഷോപ്പിൽ. നമ്മൾ വാങ്ങിച്ചത് കല്ലുമ്മക്കായും അതുപോലെ കട്ട്ലറ്റുമാണ്. ബാക്കി സ്നാക്സൊക്കെ ഒട്ടുമിക്ക സ്നാക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അവരുടെ ഫുഡ്. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, നേരെ വീട്ടിലേക്ക് പോയി. എണീ നിന്ന് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും സാധനം വാങ്ങിപ്പോയി കഴിഞ്ഞാലോ, അതുകൊണ്ട് നമ്മളിതാ നേരെ വീട്ടിലേക്ക് പോവുകയെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത്. ബൈ, താങ്ക് യു.